ദേവിക, നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇത്രത്തോളം ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇക്കരയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിരവധി പേരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതായത് കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കമാണ് അവരുടെ കൂടെയുള്ളത്. ആ സാഹചര്യത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുത്തി അട്ടമല ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തു നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തോട്ടം തൊഴിലാളികളായിരിക്കാനാണ് സാധ്യത. അത്തരത്തിൽ തോട്ടം തൊഴിലാളി മേഖലയാണ് ഇവിടെ ഈ പ്രദേശങ്ങളിലുള്ളത്. അവരടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും സൈന്യം തങ്ങളുടെ പണി തുടരുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ദൗത്യം തുടരുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു പാലം, ശക്തമായിട്ടുള്ള ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് സൈന്യത്തിന് മുൻപിലുള്ള ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായും ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് ആ സൈന്യം നോക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നത്. ആ പാലമാണ് ഇത്തരത്തിൽ ഈ ഒരു മഴവെള്ളപ്പാച്ചിലിൽ, അല്ലെങ്കിൽ ഒഴുകി വന്ന ഈ ചെളിയിലും കല്ലിലും പെട്ട് ഒഴുകിപ്പോവുകയും തകർന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ ദുസ്സഹമായത്. അതായത് ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് മുണ്ടക്കൈയിൽ എത്താമായിരുന്നു. അന്ന് തന്നെ ആ മുണ്ടക്കൈയിൽ എത്തിക്കൊണ്ട് നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താമായിരുന്നു. എന്നാൽ ഈ പാലം അത്രയും പെട്ടെന്ന് തന്നെ തകർന്നു പോവുകയും തുടർന്ന് രക്ഷാപ്രവർത്തനം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബദലായി ഒരു പാലം നിർമ്മിക്കുകയും പിന്നീട് അത്തരത്തിൽ വീണ്ടും രക്ഷാപ്രവർത്തനം തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇന്നും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രാവിലെ തന്നെ സൈന്യം എത്തുന്നു. സൈന്യം എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഉണരുന്നു. കൃത്യമായി സഹായങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വലിയ പരിശീലനം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈനികരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കം, അതായത് ഈ പാലം നിർമ്മിക്കുവാനായി സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കമുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ പാലം നിർമ്മിക്കാനുള്ള ആരംഭഘട്ടത്തിലാണ്. ഇവിടെയുള്ള സേനകളുടെ കൈകളിലെല്ലാം ആയുധങ്ങളുണ്ട്. ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പാലം നിർമ്മിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്, സൈന്യം നടത്തുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ കേരള ഫയർഫോഴ്സ് ടീമുണ്ട്, മാത്രമല്ല NDRF സംഘമുണ്ട്, അത്തരത്തിൽ പോലീസുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ, അല്ലെങ്കിൽ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കുവാൻ വയ്യ. സന്നദ്ധ പ്രവർത്തകരും ഇവിടുത്തെ സാധാരണ നാട്ടുകാരടക്കം ഇവരുടെ കൂടെ സേവനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് നമുക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെയുള്ള ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. അതായത് രക്ഷാപ്രവർത്തനത്തിന് മറ്റുള്ളവരടക്കം ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഇന്ന് സൈന്യമടക്കം ഇവിടെ എത്തിയ സ്ഥിതിക്ക് മറ്റുള്ള ആളുകളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. സാധാരണ സിവിലിയനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. മറ്റ് ഫയർഫോഴ്സ്, പോലീസ്, മറ്റേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കമല്ലാതെ മറ്റ് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. മറ്റു ആളുകളെയൊക്കെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് ഇവിടുത്തെ ഏകോപന ചുമതല പൂർണ്ണമായും സൈന്യം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പാലം നിർമ്മിക്കുവാനുള്ള പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞു. കുറ്റികൾ അടിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ കഷ്ണങ്ങൾ, ലോഹ കഷ്ണങ്ങളെല്ലാം ചുമന്നുകൊണ്ടാണ് സൈന്യം ഇത്തരത്തിലുള്ള ഒരു പാലം നിർമ്മിക്കുന്നത്. നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല സൈന്യത്തിൻ്റെ ഒരു സേവനം എന്നുള്ളത്. നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഓടിയെത്തുക സൈന്യമാണ്. നമുക്ക് കാവലായി നിൽക്കുന്നത് സൈന്യമാണ്. അത്തരത്തിൽ കാവലായി നിൽക്കുകയും അതിലൂടെ തന്നെ രക്ഷാപ്രവർത്തനത്തിനടക്കം എത്തുകയും ചെയ്യുന്നത് സൈന്യമാണ്. അതായത് തങ്ങളുടെ ജീവനെല്ലാം മറന്നുകൊണ്ട് തങ്ങളുടെ നാട്ടിലുള്ള ആളുകളുടെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് അവർ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. സൈനിക ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. മറ്റു സൈനികരോട് സൈനിക ഉദ്യോഗസ്ഥൻ കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. എഞ്ചിനീയറിംഗ് വിങ് അടക്കമുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. JCB അടക്കം ഉപയോഗിച്ച്, ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ച് ഈ സ്ഥലത്തിന് ഈ സൈനികർക്ക് സഹായമൊരുക്കുവാൻ വേണ്ടി തൊട്ടരികിൽ തന്നെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് സുരക്ഷാ വിങ്ങുകളുണ്ട്. ഇവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തുടരുന്നത്. എന്തിനാൽ തന്നെ നമുക്ക് കൂടുതൽ പറയുവാനുള്ളത് മുണ്ടക്കൈ ഭാഗത്തെക്കുറിച്ച് തന്നെയാണ്. അത്തരത്തിൽ നമുക്ക് മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു ചെരിഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെയുള്ള എല്ലാം ഈ പ്രദേശങ്ങളുടെ എല്ലാം പ്രതലം എന്ന് പറയുന്നത് തിരിഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ സെൻസിറ്റീവ് ഏരിയ ആയി മാറുവാനുള്ള ഒരു സാധ്യതയുണ്ട്. മണ്ണിടിഞ്ഞു വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി എത്രമാത്രം കനിയുന്നുവോ, അല്ലെങ്കിൽ കാലാവസ്ഥ എത്ര
എത്രമാത്രം അനുകൂലമായി നിൽക്കുന്നുവോ ആ ഒരു സാഹചര്യം നോക്കി മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കൂടുതലായി ചെയ്യുവാൻ കഴിയുള്ളൂ. ആർമിയുടെ എയർ ആംബുലൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കുള്ള ഹെലികോപ്റ്റർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വാഹനമൊക്കെ ആ ഭാഗത്ത് കൂടി ഓടിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. അതായത് റെസ്ക്യൂ പ്രവർത്തകർക്ക് പോകുവാനും വരുവാനും വേണ്ടിയുള്ള ഒരു വാഹനം അവിടെ തയ്യാറായിട്ടുണ്ട്. അത്തരത്തിൽ ആ വാഹനങ്ങളിലൂടെയാണ് ഇവർ എത്തുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്നാഹത്തോട് കൂടി തന്നെയാണ് ഇന്നലെ തെരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഏവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ വാഹനങ്ങളിൽ NDRF സംഘം അടക്കമുള്ളവർ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി ഇത് വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിരവധി മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഈ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സങ്കടകരമായ ഒരു വസ്തുതയും നമുക്ക് ഇപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. നിരവധി ആളുകളെയാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത്. വാഹനങ്ങളിലാകട്ടെ ചിലപ്പോൾ തീരെ വയ്യാത്ത ആളുകളെ അടക്കം വാഹനങ്ങളിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഇന്ന് വാഹനങ്ങൾ ഉള്ളത് വലിയ രീതിയിലുള്ള ഒരു സഹായകമാകും. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകവെക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രകൃതി ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ, രൗദ്രഭാവം വെടിഞ്ഞ് പുഴ ശാന്തമായി ഒഴുകുകയാണെങ്കിൽ തങ്ങൾക്ക് കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുവാൻ കഴിയും. അക്കരെയുള്ളവരെ ഈ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ചൂരമലയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോഴും പറയുവാനുള്ളത് മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനമാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ടാകാം, അവിടെ തിരിയുന്നുണ്ടാകാം. മണ്ണിനടിയിലും അതുപോലെ തന്നെ കല്ലിനടിയിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ടാകാം. ചിലപ്പോൾ ജീവന്റെ പ്രതീക്ഷ കൈവിടാതെ കുറച്ച് ജീവനെങ്കിലും തങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കഴിയുന്നവരുണ്ടാകാം. ഉറ്റവർ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് കണ്ണീർ വാർക്കുന്നവരുണ്ടാകാം. തങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടതോർത്ത് അല്ലെങ്കിൽ തങ്ങളുടെ അമ്മയെ നഷ്ടപ്പെട്ടതോർത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുണ്ടാകാം. ഒരു പ്രദേശത്ത് തമ്പടിച്ചവരുണ്ടാകാം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു. അമ്പലത്തിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് നിരവധി നൂറുകണക്കിന് ആളുകൾ ഒരു അമ്പല പരിസരത്ത് തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണിച്ചതാണ്. അത്തരത്തിൽ അവരുടെ സ്വരങ്ങൾ നമ്മൾ കേട്ടതാണ്. ആരെങ്കിലും വന്ന് രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള അപേക്ഷിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ ഉള്ളപ്പോഴും അവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ സ്വന്തക്കാർ തന്നെ ഇപ്പോഴും കാണാതെയുണ്ട്. അവർ രക്ഷപ്പെട്ടു, പക്ഷേ തങ്ങളുടെ കൂടെയുള്ളവർ രക്ഷപ്പെട്ടില്ല. ആ ഒരു വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പലരും നമ്മളുടെ കൂടെ നിന്നതുണ്ട്. അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകരടക്കം വലിയ രീതിയിൽ ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജനങ്ങളടക്കം ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഇറങ്ങി ഈ ആർമിയെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും അടക്കം സഹായിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയുള്ള ആർമി പൂർണ്ണ ഉത്തരവാദിത്തം, ഈ പ്രദേശത്തെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. അതിന് സഹായമായി പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായും ഇപ്പോൾ ആർമിയുടെ കൈകളിലേക്ക് ഇവിടെയുള്ള ഈ രക്ഷാപ്രവർത്തനം വന്നിരിക്കുന്നു. ആ പാലം നിർമ്മിക്കുന്ന സംവിധാനം ഒരുക്കുന്നു. അതിന് സഹായവുമായി പോലീസ് അടക്കമുള്ളവർ എത്തിയിരിക്കുന്നു. മാത്രമല്ല മറ്റ് പ്രവർത്തകർ ഈ ബാക്കിയുള്ളവർ തെരച്ചിൽ നടത്തുന്നു. അതായത് മുണ്ടക്കൈയിൽ തെരച്ചിൽ നടത്തുന്നു വിവിധ ഇടങ്ങളിൽ. അതായത് താഴെ എവിടെയൊക്കെ ഇവരുണ്ടാകാം, ജീവന്റെ പ്രതീക്ഷകൾ എവിടെയെങ്കിലും ഉണ്ടാകാം. ആ പ്രതീക്ഷകളൊക്കെ എങ്ങനെയെങ്കിലും അവരെ തിരിച്ചെത്തിക്കുക. ആ പ്രതീക്ഷകൾ പൂവണിയട്ടെ, ആ പ്രതീക്ഷകളെല്ലാം നല്ലതായി വരട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ആശ്വസിക്കാൻ കഴിയുന്നത്. നമ്മൾ കാണുന്നത് പോലെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഉരുളൻ കല്ലുകൾ, അതായത് ഒരു വീടിന്റെ അത്രയും വലുപ്പമുള്ള കല്ലുകൾ അടക്കം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞാണ് ആളുകൾ അതിൻ്റെ ഇടയിൽ പെടുന്നത്. പിന്നീട് എങ്ങനെ പുറത്തു വരാനാണ്? ആ കല്ലുകൾ നീക്കണമെങ്കിൽ കൃത്യമായി തന്നെ ആ ഭാഗങ്ങളിലേക്ക് JCB അടക്കമുള്ള സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്. അവിടെ നിന്നും നിരവധി മനുഷ്യജീവനുകൾ ചിലപ്പോൾ അതിനുള്ളിലുണ്ടാകാം. അവരെയൊക്കെ രക്ഷിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മൾ കാണുന്നത് ചൂരൽമലയിൽ മാത്രമുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാമറ കണ്ണുകളോടെ കാണിക്കുന്നത് ചൂരൽമലയുടെ ദൃശ്യങ്ങളാണ്. അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ, അതായത് ഇത്രയും ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ മുണ്ടക്കൈയിൽ ഏത് തരത്തിലായിരിക്കും ആ ദൃശ്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിൽ മാത്രം കണ്ടാൽ മതി. അത്തരത്തിൽ മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഉരുൾപൊട്ടി ആ ഭാഗത്തു നിന്ന് തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായി തുടങ്ങി. പിന്നീട് അവ കുത്തിയൊലിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുകയും അല്ലെങ്കിൽ ചൂരൽമലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഈ വെള്ളം കുത്തിയൊലിച്ചുകൊണ്ട് ചാലിയാർ വരെ ആ മൃതദേഹങ്ങൾ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഇനിയും നീണ്ടുപോകേണ്ടതുണ്ട്. അത്തരത്തിൽ കൂടുതൽ കാര്യക്ഷമമായി നടത്തേണ്ടതുണ്ട്. എന്തിനു തന്നെയും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കും.
കാണുവാനും സാധിക്കുന്നുണ്ട്.